ഹായ് നമസ്കാരം. ഇപ്പൊ എല്ലാവരും എന്നോട് മെസ്സേജ് ആയിട്ടും വാട്സപ്പിലാണെങ്കിലും കോൾ ചെയ്തിട്ടൊക്കെയാണ് അടുത്ത കേട്ടിട്ട് നോട്ടിഫിക്കേഷൻ എപ്പോഴാ വരിക, വൈകുമോ, 2026 ലാസ്റ്റോട് കൂടി LP നോട്ടിഫിക്കേഷൻ വരികയാണ് പറയുന്നു. അപ്പോഴേക്കും റിസൾട്ട് ഒക്കെ കേട്ടിട്ടുണ്ട്, വരുമോ, എല്ലാം ടെൻഷനാണ്. കാരണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അത് പെട്ടതാണ് അല്ലേ. അപ്പൊ ചുടുവെള്ളത്തിൽ പെട്ട പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുമെന്നൊരു അവസ്ഥ തന്നെയാണ്. അപ്പൊ ഇപ്രാവശ്യം ആ ഒരു അബദ്ധത്തിൽ പെടുവോ എന്നുള്ള ടെൻഷൻ കൊണ്ട് തന്നെയാണ്. ടെൻഷൻ ഒന്നും അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പൊ ഓഗസ്റ്റ് 8-9 തീയതിയാണ് സർവീസുള്ള അധ്യാപകർക്കുള്ള കേട്ടറ്റിന്റെ എക്സാം അല്ലെ. ഏകദേശം അത് കഴിഞ്ഞതും ഒരാഴ്ചനുള്ളിൽ തന്നെ നമ്മുടെ നോർമൽ കേട്ടറ്റുകാരുടെ പരീക്ഷ നോട്ടിഫിക്കേഷൻ എന്തായാലും ഡിക്ലെയർ ചെയ്യും. പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇനി അടുത്ത LP-UPക്ക് മുമ്പ് കേട്ടിട്ട് പരീക്ഷ ഇനി 1-2 ഉണ്ടാവും, നമുക്ക് അപ്പ പഠിച്ച് എഴുതാൽ മതി, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. എത്രയും പെട്ടെന്ന് ആ ഒരു കടമ്പ ക്വാളിഫൈഡ് ആവുക. നിങ്ങൾ പിന്നെ അടുത്ത ചിന്തയായിരിക്കും കേട്ടിട്ട് കിട്ടിയാൽ തന്നെ നമുക്ക് ഇനിയിപ്പോ LP-UPയുടെ നിയമനങ്ങളോ ഒന്നും ഇല്ല, ആ ഒരു രീതിയിലുള്ള എല്ലാവരും ചിന്തിക്കുക സ്വാഭാവികമായിട്ടുള്ള കാര്യം തന്നെയാണ്. അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഒരു ലിസ്റ്റിന്റെ കാലാവധി 3 വർഷം എന്ന രീതിയിലാണ് അല്ലെ. അപ്പൊ 3 വർഷത്തിനുള്ളിലെങ്കിലും നമ്മൾ ഒരു നല്ല ജോലി കിട്ടണമെങ്കിൽ ആദ്യത്തെ അല്ലെങ്കിൽ 50ന്റെ ഉള്ളിൽ അല്ലെങ്കിൽ 100ന്റെ ഉള്ളിൽ നമ്മൾ എത്താൻ ശ്രമിക്കുക. ആ രീതിയിലേക്ക് വേണ്ടി നിങ്ങൾ പഠിക്കുക. അപ്പൊ ഈ കേട്ടറ്റും കൂടി കിട്ടാണ്ടിരുന്ന് LP-UP എക്സാമിന് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഒന്ന് അവസ്ഥ അല്ലെ, നമ്മൾ ടെൻഷൻ അടിച്ച് ചത്തുപോകും. അപ്പൊ അതിനിട വരുത്താതെ തന്നെ നിങ്ങൾ അടുത്ത കേട്ടറ്റ് കിട്ടാത്തവർ എന്ത് ചെയ്യുക, ക്വാളിഫൈഡ് ആവാൻ നോക്കുക. ഇപ്പൊ പരീക്ഷയൊക്കെ അത്യാവശ്യം ഒരു നിലവാരത്തോടുള്ള പരീക്ഷകളാണ് വരുന്നത് അല്ലെ. അപ്പൊ നമുക്ക് മൈനസ് മാർക്ക് ഇല്ലാത്ത പരീക്ഷയാണ്. എത്രയും പെട്ടെന്ന് 82 അല്ലെങ്കിൽ 90 മാർക്ക്, നിങ്ങൾക്ക് എത്രയാണോ ആ ക്വാളിഫൈ മാർക്കിന്റെ ക്രൈറ്റീരിയ, അത് ക്വാളിഫൈഡ് ആയി നിങ്ങളുടെ മെയിൻ എക്സാം എന്ന് പറയുന്ന LP-UPക്ക് വേണ്ടി ഫോക്കസ് ചെയ്യുക. LP-UP മാത്രമല്ല, നിങ്ങൾക്ക് ഒരുപാട് പരീക്ഷ എഴുതാൻ പറ്റില്ല. PSCയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വരാൻ പോകുന്നുമുണ്ട്. അപ്പൊ അതിലേക്ക് ഫോക്കസ് ചെയ്യുക. അപ്പൊ നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ കേട്ടറ്റിന് മാത്രമുള്ള പുതിയ ബാച്ച്, സർവീസുള്ള അധ്യാപകർക്ക് സ്പെഷ്യൽ ബാച്ച്, നോർമൽ കേട്ടറ്റിന്റെ ബാച്ച് ഈ വരുന്ന ജൂലൈ 20 തീയതി ആരംഭിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ കേട്ടറ്റ് പരീക്ഷ മാത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ 2500 കൂടുതൽ പേരാണ് എയിം സ്റ്റഡി കേട്ടറ്റ് ക്വാളിഫൈഡ് ആയത്. ആ ഒരു മെത്തേഡിലുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് നൽകുന്നത്. റെക്കോർഡ് ക്ലാസ്സും ലൈവ് ക്ലാസ്സും മോക്ക് ടെസ്റ്റും മോഡൽ എക്സാംസും എല്ലാം ഉള്ള ബാച്ചാണ്. പിന്നെ എയിംസിന്റെ മാത്രം തുറുപ്പ് ചീട്ടായിട്ടുള്ള 5000 ഷുവർ ഷോട്ട് ക്വസ്റ്റ്യൻസും 5 മോഡൽ എക്സാംസ്, അതായത് ഓരോ കാറ്റഗറിക്കും 5 മോഡൽ എക്സാം വീതമുള്ളതും പേഴ്സണൽ മെന്റർഷിപ്പ് അടങ്ങുന്ന ബാച്ച് ഏറ്റവും ചെറിയ ഫീസിൽ നൽകുന്നുണ്ട്. ഈ പുതിയ ബാച്ച് എപ്പോഴാണ്, ഈ വരുന്ന ജൂലൈ 20 തീയതിയാണ് ആരംഭിക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ ഫ്രണ്ട്സിനോട് കൂടി ഒന്ന് ഷെയർ ചെയ്യുക. കാരണം കേട്ടറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ എയിംസ് അതൊരു പേര് മാത്രമേ അവിടെ പറ്റുള്ളൂ. കാരണം അത്രയും റിസൾട്ടുകളും അത്രയും എന്താണ്, ഞങ്ങൾ തരുന്ന കാര്യം കൃത്യമായി നിങ്ങൾ ഫോളോ മാത്രം ചെയ്താൽ മതി. ആ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾ അവിടെ ക്വാളിഫൈഡ് ആയിരിക്കും. നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബിൽ ക്ലാസ്സുകൾ നോക്കിയാൽ തന്നെ അറിയില്ല എത്രത്തോളം നമ്മൾ സിൻസിയർ ആയിട്ട് ക്ലാസ്സുകൾ തരുന്നത്. പക്ഷെ നമ്മൾ തരുന്ന കാര്യം നിങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യണം. ഡെയിലി പഠിക്കാനുള്ള മേഖലയുണ്ട്, അതുമായി ബന്ധപ്പെട്ട എല്ലാ ആഴ്ചയുള്ള പരീക്ഷയുണ്ട്, അതെല്ലാം നിങ്ങൾ ഫോളോ ചെയ്യുക കേട്ടോ. അപ്പൊ മറക്കണ്ട, പുതിയ ബാച്ച് ജൂലൈ 20 തീയതിയാണ്, ചെറിയ ഫീസിലാണ്. ധൈര്യത്തോടെ ജോയിൻ ചെയ്തോളൂ. ചില സാഹചര്യങ്ങളിൽ പെയ്ഡ് ചെയ്ത് പഠിക്കേണ്ട സമയത്ത് പെയ്ഡ് ചെയ്ത് തന്നെ പഠിക്കുക. കാരണം ആവശ്യം എന്താണ്, നമ്മളുടെയാണ് അല്ലെ. അപ്പൊ നിങ്ങൾ ഫ്രണ്ട്സിനോട് കൂടി ഒന്ന് ഷെയർ ചെയ്യുക. പുതിയ ബാച്ച് ജൂലൈ 20 തീയതി തിങ്കളാഴ്ച.